ശ്രീമതി ധന്യ. അതിജീവിതയുമായി അടുത്ത പരിചയവും ബന്ധവുമുള്ള ആളാണല്ലോ ധന്യ, അവരുടെ സുഹൃത്തുക്കളുമായും. ഈ വിധിയെ അവർ എങ്ങനെയാണ് കേൾക്കുന്നത്? നീതിയുടെ കണികയെങ്കിലും ഈ വിധിയിൽ ഉണ്ട് എന്നവർ കരുതുന്നുണ്ടോ? ജസ്റ്റിസ് ഡെലിവർ ചെയ്യപ്പെട്ടു എന്ന് ഈ കേസ് 8 വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിൽ അവസാനിക്കുമ്പോൾ ആ ഭാഗത്തിന്, വാദിഭാഗത്തിന് തോന്നുന്നുണ്ടോ? അഭിലാഷ്, അതിജീവിതയോട് അടുത്ത് പഴകുന്ന ഒരാളായി ഞാൻ സ്വയം ക്ലെയിം ചെയ്യില്ല. ഈ കേസിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട്, അത് ശരി തന്നെയാണ്. 2 ദിവസം സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയുണ്ട്. പക്ഷെ അങ്ങനെ ഇതിലെ എല്ലാ അക്യൂസ്ഡിനും ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഈ ഒരു കേസും കൊണ്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകാൻ അവർ തയ്യാറാണെന്നും അവർ കൃത്യമായി പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ആ റിയാക്ഷൻ തന്നെയാണ് ഇന്ന് അവരുടെ കൂടെയുള്ളവരും അവരുടെ വക്കീലൊക്കെ നമ്മളോട് പറയുന്നത്. അവർ അപ്പീലിൽ പോകാൻ തയ്യാറായിരിക്കുകയാണ്. പക്ഷേ ഇത് ഇനിയും ഒരു നീണ്ട ഒരു പോരാട്ടമായി മാറാൻ പോവുകയാണ്. അതിൽ മാത്രമേ എല്ലാവർക്കും ഒരു വിഷമമുള്ളൂ. ഇപ്പോൾ നമ്മളുടെ മുന്നിൽ ഒരു ചോദ്യമാണല്ലേ, അതായത് കോൺസ്പിറസി തെളിയിക്കപ്പെട്ടില്ല എന്ന് കോടതി പറയുമ്പോൾ, അത് മാത്രമല്ല പൾസർ സുനിയെ 506 അല്ലെങ്കിൽ ക്രിമിനൽ ഇന്റിമിഡേഷനിൽ അക്വിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് ഈ കേസിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ജഡ്ജ് അങ്ങനെ തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ് 506 നിന്നും പൾസർ സുനിയെ അക്വിറ്റ് ചെയ്തത്? എന്തുകൊണ്ടാണ് കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ പറ്റാത്തത്? ഇതെല്ലാം ജഡ്ജ്മെന്റ് വന്നാലേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. പക്ഷെ ഇപ്പോൾ തൽക്കാലം നീതി ലഭിച്ചതായി അവർക്ക് ആർക്കും തോന്നുന്നില്ല. അവരെല്ലാവരും പറയുന്നത് ഈ കോടതിയിൽ എങ്ങനെയാണ് ഇത്രയും കാലമായി, ഇത്രയും വർഷങ്ങളായി നടന്നു വന്ന കാര്യങ്ങൾ നമ്മൾ ആരും മറക്കാൻ പാടില്ല എന്നതാണ്. അതായത് ഒരു സ്ത്രീ ആയിരിക്കണം ഇതിൻ്റെ ജഡ്ജ് എന്ന് ആദ്യം ചോദിച്ചത് ഈ സർവൈവർ തന്നെയാണ്. അവരാണ് കേരള സർക്കാരിനോട് ചോദിച്ച് ഒരു വുമൺ ജഡ്ജ് തന്നെ ഈ കേസിന് വേണമെന്ന് പറഞ്ഞത്. പിന്നീട് അതേ സർവൈവർ 3 or 4 പ്രാവശ്യം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എല്ലാം തന്നെ പെറ്റീഷൻസ് നൽകുകയുണ്ടായി, ജഡ്ജിനെ മാറ്റണമെന്ന് പറഞ്ഞ്. 2 പ്രോസിക്യൂട്ടേഴ്സ് റിസൈൻ ചെയ്യുന്ന ഒരു അസാധാരണമായ ഒരു കാര്യമാണ് നമ്മൾ ഈ കേസിൽ കണ്ടത്. അതുകൊണ്ട് ഈ കേസിന്റെ ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ നമ്മൾ ഇത്രയും വർഷങ്ങളായി ഈ കോടതി നടന്നു വന്ന കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, ഒപ്പം വിജയശ്രീ ലാളിതനായാണ് നടൻ ദിലീപ് പുറത്തേക്ക് ഇറങ്ങിയത്. ആരവങ്ങൾക്കിടയിലേക്കാണ് ഇറങ്ങിയത്. ദിലീപിന്റെ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ മുൻ ഭാര്യ മഞ്ജു വാര്യരെ ആരോപണത്തിന്റെ മുനയിൽ നിർത്തുന്നുണ്ട്. ഞാനാണ് ഗൂഢാലോചന നേരിട്ടത് എന്ന് ദിലീപ് പറയുന്നു. മഞ്ജു ഗൂഢാലോചന ആരോപണം ഉന്നയിച്ചത് മുതൽ എനിക്കെതിരെ ഗൂഢാലോചന തുടങ്ങി എന്ന് പറയുമ്പോൾ അതൊരു ഡോഗ് വിസിൽ കൂടിയാണ്. അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ അണികൾ സൈബർ മീഡിയയിൽ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പ്രവചിക്കുക വയ്യ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ അനീതിയുടെ അവസാനമാവുന്നില്ല, മറിച്ച് അതിന്റെ തുടക്കമാവുന്നു എന്ന ദുര്യോഗത്തിലേക്ക് പോവുകയാണോ? അതെ, തീർച്ചയായും. ഇന്ന് ദിലീപിന്റെ റിയാക്ഷൻ അല്ലേ, അതായത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കുറ്റവിമുക്തനാകുമ്പോൾ നന്ദി പറഞ്ഞ് നിർത്താമായിരുന്നു ദിലീപിന്, അല്ലെങ്കിൽ എനിക്കെതിരെ ഒരു ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞുകൂടെ നിർത്താമായിരുന്നു. പക്ഷെ ദിലീപ് കൃത്യമായി മൂന്ന് ആൾക്കാരെയാണ് ബ്ലെയിം ചെയ്തത്. 1 പോലീസ്, ഇതൊരു കള്ളക്കഥ മെനഞ്ഞത് പോലീസാണെന്ന്. 2 പോലീസിനെ സഹായിച്ച മാധ്യമങ്ങളുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്. പിന്നെ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞത് മഞ്ജു വാര്യറിൻ്റെതാണ്. ഇത് കൃത്യമായും അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ ഒരു ഡോഗ് വിസിലാണ്. അതായത് ദിലീപിന് ആരോടാണ് ദേഷ്യം, അതുകൊണ്ട് ദിലീപിന്റെ ഫാൻസിന് ആരോടാണ് ദേഷ്യം കാണിക്കേണ്ടത് എന്ന് അദ്ദേഹം കാണിക്കുന്ന ഒരു സിഗ്നൽ മാത്രമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ജഡ്ജ്മെന്റ് വായിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായി പറയാൻ കഴിയുള്ളൂ പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടതാണോ അതോ പ്രോസിക്യൂഷന്റെ കയ്യിലുള്ള തെളിവുകൾ എല്ലാം തന്നെ ജഡ്ജ് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്തതാണോ എന്ന്. ഇതിൻ്റെ ഒരു നമ്മൾ ഈ ജഡ്ജ്മെന്റ് കൃത്യമായി വായിച്ചാൽ, ബിക്കോസ് ഫോർ എക്സാമ്പിൾ ബിഷപ്പ് ഫ്രാങ്കോന്റെ ജഡ്ജ്മെന്റ് വന്നപ്പോൾ നമുക്ക് അപ്പോഴാണ് മനസ്സിലായത് സർവൈവർ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും അന്ന് ജഡ്ജ്മെന്റിൽ സീരിയസ് ആയി എടുക്കുകയുണ്ടായില്ല. മറ്റുള്ള സർവൈവറുടെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളിൽ ചെറിയ ചെറിയ ഡിഫറൻസുകൾ കണ്ടുപിടിച്ചാണ് അന്ന് ആ ജഡ്ജ്മെന്റിൽ ആ ജഡ്ജ് ബിഷപ്പ് ഫ്രാങ്കോയെ പുറത്തുവിട്ടത്. നമ്മളെല്ലാവരും തന്നെ ഒരുപാട് ക്രിട്ടിസൈസ് ഒരു ജഡ്ജ്മെന്റാണ്. അപ്പോൾ ഈ ജഡ്ജ്മെന്റ് വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്ത് ലോജിക്കാണ് ഈ ജഡ്ജ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ കേസ് അത്രത്തോളം വീക്ക് ആയിരുന്നോ അതോ വീക്ക് ആക്കപ്പെട്ടതാണോ എന്ന്. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം മറക്കാൻ പാടത്ത്, ഒരു കോൺസ്പിറസി ഉണ്ടെങ്കിൽ അതിൻ്റെ മോട്ടീവ് പ്രൂവ് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇതിൽ ആ മോട്ടീവ് പ്രൂവ് ചെയ്യാനായിട്ട് ആരൊക്കെയാണോ സാക്ഷികളായി കോടതിയിൽ കൊണ്ടുവന്നത് അതിൽ ഒരുപാട് പേര് ആക്ച്വലി ഹോസ്റ്റൈലായി മാറിയ ഒരു കേസും കൂടിയാണിത്. അതുകൊണ്ട് നമ്മൾ ഇതൊരു ഫുൾ പ്രൂഫ് കേസ് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ കയ്യിലുള്ള വാദങ്ങൾ ശരിയല്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് കോടതിയിൽ സംഭവിച്ചത് എന്ന് ഒരിക്കലും മറന്നുകൂടാ. യെസ്.